ഡെൽഷൻ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡെൽഷൻ ടോക്സിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡെൽറ്റയുടെ മാനേജിംഗ് ഡയറക്ടർ മോഹൻ സാർ, ചേച്ചി മാമാണ്. അവരെ നമുക്ക് ഡെൽഷൻ ടോക്സിലേക്ക് സ്വാഗതം ചെയ്യാം. കൊല്ലം ജില്ലയിലെ ഐലർ എന്ന ഗ്രാമത്തിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാനുള്ള കാരണം എന്തായിരുന്നു? ഐലർ എന്ന സ്ഥലത്ത് സാധാരണ ജനങ്ങളാണുള്ളത്. അന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അപ്രാപ്യമായ ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ഗവൺമെൻറ് സ്കൂളുകൾ മാത്രമേ ഐലറെ ഉണ്ടായിരുന്നുള്ളൂ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സാധ്യമാകണമെങ്കിൽ ദൂരെ അഞ്ചലിലോ ഒക്കെ പോകേണ്ടി വന്നിരുന്നു. വ്യവസ്ഥാപിതമായ ഒരു വിദ്യാഭ്യാസം എങ്ങനെ കൊടുക്കണമെന്ന് രക്ഷകർത്താക്കൾ ആലോചിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഞാനാണെങ്കിൽ അന്ന് ഗൾഫിൽ 15 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസിന് ശേഷം നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയം എല്ലാവരുടെയും ഒരു സപ്പോർട്ടൂടെ വന്നപ്പോൾ 5/5/2003 ഞാനൊരു ഡെൽറ്റ എന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. 2009 ആയപ്പോഴേക്കും അതിന് CBSEയുടെ അംഗീകാരം ലഭിക്കുകയുണ്ടായി. നമ്മുടെ സമീപ പട്ടണമായ അഞ്ചലിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം എന്ന ഒരു ആശയം ഉണ്ടായത് 1980-കളിലാണ്. ഈ 1980-കളിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമോ അല്ലെങ്കിൽ ഈ ആശയം തുടങ്ങിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്കോ സ്വന്തമായി വാഹനങ്ങളില്ലായിരുന്നു. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെ ഒരു ദിവസം രാവിലെയും വൈകിട്ടുമായിട്ട് 1-2 ട്രിപ്പ് മാത്രമേ ഈ എരൂരിൽ കൂടെ തന്നെ ഓടിയിരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അഞ്ചലിൽ വിടണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷാകർത്താക്കൾ ഐലറ പോലെയുള്ള ഗ്രാമത്തിൽ നിന്നും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഏരൂർ വരെ നടന്നതിന് ശേഷം അവിടുന്ന് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ബസ്സുകളിലാണ് കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് വിട്ടിരുന്നത്. അത് സ്വാഭാവികമായിട്ടും ഒരു വലിയ ശിക്ഷ തന്നെയായിരുന്നു. പലർക്കും അതിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് കാശുള്ളവരൊക്കെ തന്നെ വിടാൻ താല്പര്യപ്പെട്ടിരുന്നു എങ്കിൽ പോലും അതിൻ്റെ സാധ്യത വളരെ കുറവായിരുന്നു. പിന്നെ സാധാരണക്കാരെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്ന ഒരു കാലഘട്ടത്തിലാണ്, അതായത് ഞങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചെങ്കിലും 2003 ഞങ്ങൾ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് നമുക്കൊരു സ്കൂൾ വെറുതെ സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ള ഒരു ആലോചന മനസ്സിൽ വരികയും ഒരു ചെറിയ ട്യൂഷൻ സെൻറ്റർ തുടങ്ങാനാണ് ഞങ്ങൾ ആദ്യം പ്രൈമറി പ്ലാൻ ചെയ്തത്. എങ്കിലും കറക്റ്റായിട്ടുള്ള 4 റൂംസ് ഉണ്ടാക്കി അതിനകത്ത് തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഈ 4 റൂംസിലേക്കും ഫുള്ളായിട്ടുള്ള കുഞ്ഞുങ്ങളെയും ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. അതൊരു നല്ല സ്റ്റാർട്ടിംഗ് ആയിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഓരോ വർഷവും നല്ല രീതിയിൽ കുട്ടികളെ കിട്ടുകയും അത് അങ്ങനെ പുരോഗതിയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഡെൽറ്റ എന്നൊരു പേര് ചൂസ് ചെയ്യാനുള്ള കാരണം? ഡെൽറ്റ 3 നദികളുടെ സംഗമ സ്ഥാനമാണ്. ത്രിവേണി സംഗമം എന്ന് പറയുന്നത് പോലെ അവിടെ ഈ സംഗമ സ്ഥാനത്ത് നല്ല വളക്കൂറുള്ള മണ്ണാണ്. ഫലഭൂയിഷ്ടമായ സ്ഥലം എന്ന് പറയും. അവിടെ എന്ത് കൊണ്ടിട്ടാലും 100 മേനി വിളയും. അങ്ങനെ ഒരു പേര് സജസ്റ്റ് ചെയ്തത് തന്നെ ഈ ഡെൽറ്റയിൽ വരുന്ന കുട്ടികളെല്ലാം ഉന്നതിയിൽ എത്തും എന്ന ഒരു വിശ്വാസത്തിലാണ് ഡെൽറ്റ എന്ന പേര് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ തുരുത്തുകൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും. ആറ്റിൻ്റെ നടുക്ക്, ഒഴുകുന്ന ആറിൻ്റെ നടുക്കൊക്കെ തുരുത്തുണ്ടായിട്ട് അതിൻ്റെ മുകളിൽ മരങ്ങൾ വളർന്നു നിൽക്കുന്നതായിട്ടില്ല. ഒരു ട്രെൻഡി ന്യൂസായ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയിരുന്നല്ലോ, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? കഴിഞ്ഞ മെയ് 15-16 തീയതികളിൽ നമ്മൾ അണ്ടർ 14 ടൂർണമെന്റ് നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്തുകയുണ്ടായി. അതൊരു വൻ വിജയം തന്നെയായിരുന്നു. സാധാരണ കുട്ടികൾ വീട്ടിൽ TV-യും മൊബൈലും കണ്ടിരിക്കുന്ന സമയം യാതൊരു എക്സസൈസും അവർക്കില്ല. ഈ ടൂർണമെന്റ് കുട്ടികളിലെ കായികക്ഷമത വർദ്ധിപ്പിക്കുകയും അവർക്കൊരു പരസ്പര സ്നേഹം, സഹകരണം, സന്തോഷം ഒക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു ടൂർണമെന്റ് ആയിരുന്നു. സാധാരണയായി വടക്കോട്ടുള്ള മലപ്പുറം ജില്ലകളിലും ഒക്കെ ആയിരുന്നു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നത്. നമ്മുടെ കൊല്ലം ജില്ലയിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് ആയിരുന്നു സ്വാഭാവികമായും നടത്തിയിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടൂർണമെന്റ് ഞങ്ങൾ സംഘടിപ്പിക്കുകയും അങ്ങനെയായിരുന്നു. ധാരാളം കുട്ടികൾ, 16ഓളം ടീം വന്നിരുന്നു. അത് സ്കൂളുകൾ മാത്രമായിരുന്നില്ല, പുറത്തു നിന്നുള്ള കുട്ടികളും മറ്റ് ക്ലബ്ബുകളിൽ നിന്നുള്ള കുട്ടികളും പങ്കെടുത്തിരുന്നു. വളരെ ഒരു വൻ വിജയമായി ചെയ്യാൻ ഡെൽറ്റയ്ക്ക് സാധിച്ചു. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ടീം സ്പിരിറ്റ് ഓഫ് എ ഫുട്ബോൾ പ്ലെയർ. ഇപ്പോൾ 8-10 നമ്മുടെ സ്കൂളിൽ 7 ടീമായിരുന്നു. 8-10 കുട്ടികൾ ഉള്ള ഒരു ടീം എന്ന് പറയുമ്പോൾ
അവർ പല ബോഡിയാണെങ്കിലും ഒറ്റ മനസ്സും ഒരു ശരീരവും പോലെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആ ഫുട്ബോൾ ടീമിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് വെട്ടിമുറിക്കാൻ പോലും പറ്റാത്ത രീതിയാണ്. കാരണം പരസ്പരം സ്നേഹം മാത്രമേ അവർക്കുണ്ടാകൂ. ഒരിക്കലും നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളെ മാറ്റി നിർത്താൻ കഴിയില്ല. അങ്ങനെ ഒരു സ്നേഹം നമ്മുടെ സമൂഹത്തിൽ ഊട്ടി ഉറപ്പിക്കാൻ നമുക്ക് ആ ഗെയിം കൊണ്ട് കഴിഞ്ഞു, ഒരു പരിധിവരെ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ആ സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നിലനിർത്തുമ്പോൾ നമ്മുടെ സ്കൂളിലായാലും നമ്മുടെ ക്ലാസ്സിലായാലും ചിലപ്പോൾ 10-20 കുട്ടികളുള്ള നമ്മുടെ ക്ലാസ്സിലായാൽ പോലും ആ ഒരു സ്പിരിറ്റ് നമുക്കുണ്ടായിരിക്കണം. നിന്നേക്കാൾ ഭംഗിയായിട്ട് ഞാൻ പഠിക്കും എന്ന് വിചാരിക്കണം, പക്ഷെ വിചാരിക്കാനേ പാടുള്ളൂ. പക്ഷെ അവളെ ഉപദ്രവിച്ചിട്ട് ഇയാൾക്ക് ജയിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഉയരുന്നതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഉള്ളവരെയും കൂട്ടിക്കൊണ്ട് മുന്നേറാൻ ശ്രമിക്കണം. അതായിരിക്കണം അതാണ് ശരിക്കുള്ള ആ ഒരു ഫുട്ബോൾ പ്ലെയറുടെ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും അങ്ങനെ തന്നെയായിരുന്നു. സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും വർഷമായിട്ടും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? പ്രോബ്ലംസ് ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ഥാപനം നടത്തുമ്പോൾ ധാരാളം പ്രോബ്ലംസ് ഉണ്ടാകുമല്ലോ. പക്ഷെ ആ പ്രോബ്ലം എല്ലാം മോഹൻ സാറിന്റെ ഒരു നല്ല സപ്പോർട്ട് വരുമ്പോൾ അതൊക്കെ നമ്മൾ സാധാരണമായി കൊണ്ടുപോകാൻ കഴിയും. എന്ത് ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോഴും അത് ഞാൻ സാറിനോട് ഷെയർ ചെയ്യാറുണ്ട്. സാർ ഒരു പോസിറ്റീവ് സപ്പോർട്ടാണ് എനിക്ക് തരുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു ആശ്വാസമായി. അങ്ങനെ പല പ്രോബ്ലംസും ഞാൻ സോൾവ് ചെയ്ത് സമാധാനമായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. What is your message to Delshi parents? ധാരാളം സന്ദേശങ്ങളുണ്ട്. പക്ഷേ താങ്ക് യു സോ മച്ച് ദ ഡെൽഷ്യൻ പേരൻസ് ടു സെൻഡ് ദെയർ ചിൽഡ്രൻ ടു അവർ സ്കൂൾ. ഞങ്ങളെ നല്ല വിശ്വസിച്ച് ഏൽക്കുന്ന ആ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ട അവരെ നല്ല ഒരു സമൂഹത്തിന് വേണ്ടുന്ന ഒരു വ്യക്തിത്വങ്ങളാക്കി മാറ്റിയെടുക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കാറുണ്ട്. അതിൽ എല്ലാ രക്ഷകർത്താക്കളും തൃപ്തരാണെന്നാണ് എൻ്റെ വിശ്വാസം. What will be the happiest moment as the founder of Delta? ഹാപ്പിയസ്റ്റ് മൊമെന്റ് ധാരാളമുണ്ട്. നമ്മുടെ കുട്ടികൾ പഠിച്ചിറങ്ങിപ്പോയി നല്ല ജോലി കിട്ടി നമ്മുടെ മുന്നിൽ വന്ന് സന്തോഷം പങ്കിടാൻ വരുന്ന ഒരു വലിയ നല്ലൊരു മൊമെൻ്റാണ്. ഒപ്പം ഫസ്റ്റ് റാങ്ക് കിട്ടി, BSc ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരു കുട്ടി നമ്മളെ കാണാൻ വന്നിരുന്നു. ഒപ്പം സൈന്യ സ്കൂൾ, നവോദയ സ്കൂൾ ഒക്കെ അഡ്മിഷൻ കിട്ടി പോകുന്ന കുട്ടികളെ കാണുമ്പോഴും ആ പേരൻസിൻ്റെ സന്തോഷം കാണുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. അല്ലാതെ URIയുടെ ഒരു ബെസ്റ്റ് ടീച്ചർ അവാർഡ് കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സ്കൂൾ നന്നായി കൊണ്ടുപോകാനാണോ അതോ മക്കളെ ഏൽപ്പിച്ച് റെസ്റ്റ് ചെയ്യാനാണോ രണ്ടുപേരുടെ ഉദ്ദേശം? സ്കൂള് നന്നായി കൊണ്ടുപോകണം. 2 ആൺകുട്ടികളാണ് ഞങ്ങൾക്കുള്ളത്. 2 പേരും മിടുക്കരാണ്, നല്ല വിദ്യാഭ്യാസവും ഉള്ളവരാണ്. ഇപ്പോൾ അവർ സ്കൂളിൻ്റെ കാര്യങ്ങളെല്ലാം ഇടപെടുന്നുണ്ട്. സ്കൂള് സത്യത്തിൽ അവരെ ഏൽപ്പിച്ച് തന്നെ ഇരിക്കുകയാണ്. എന്നാലും ഈ പുതിയൊരു ടീമും എല്ലാവരും കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. മക്കളുടെ സപ്പോർട്ടും പുതിയ ടീമിൻ്റെ സപ്പോർട്ടും കൂടെ സ്കൂള് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന നല്ലൊരു ആത്മവിശ്വാസം എന്നിലുണ്ട്. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിൽ അയച്ചത് ഈശ്വരൻ. ഇപ്പോൾ ഞങ്ങൾക്ക് വയസ്സായെന്ന് വിശ്വസിക്കുന്നില്ല, എങ്കിലും നമുക്കൊരു ഓൾഡ് ഏജിലേക്ക് ഒരു സെക്കൻഡ് ഹാഫ് നോക്കിയോ, സെക്കൻഡ് ഹാഫ് ഏകദേശം ഭാഗമായി. അപ്പോൾ നമ്മൾ എന്തായാലും സ്വാഭാവികമായിട്ടും ഈ കാലം മാറിക്കൊണ്ടിരിക്കുക, കാലത്തെ ടെക്നോളജികളെല്ലാം മാറിക്കൊണ്ടിരിക്കുക. ഞാൻ പഠിച്ച സമയത്തുള്ള അല്ല ഇപ്പോൾ ഉള്ളത്, അല്ലേ? എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ പഠിച്ച 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ 4ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. 4ാം ക്ലാസ്സിലാണ് ABCD പഠിച്ചു തുടങ്ങുന്നത്. അപ്പം ഇപ്പോൾ 4ാം ക്ലാസ്സിലെ കുട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നുണ്ട്. 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ എനിക്ക് തോന്നുന്നല്ലേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിളൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രിയാമ്പിൾ പഠിച്ചത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ പഠിച്ചത് BA പഠിക്കുമ്പോഴാണ് 79-ൽ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ആ ഒരു അനുഭവം പുതിയ തലമുറയ്ക്ക് കൈമാറണം. എന്നാലേ അത് പിന്നെ ഡെവലപ്പായി പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പായി പോകും. മണ്ടയടച്ചു പോകും. വാഴയൊക്കെ മണ്ടയടച്ചു പോയിട്ട് നശിച്ചു പോകില്ലേ, അതേപോലെ ആയിപ്പോവും. അങ്ങനെ വരാൻ പാടില്ല. അവർ പുതിയ ന്യൂജൻ, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ന്യൂജൻ്റെ കയ്യിൽ കൊടുത്ത് അവരത് ഡെവലപ്പ് ചെയ്ത് അവരുടെ വഴിയിൽ അത് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഡെൽറ്റ എന്നൊരു സ്കൂൾ ഇവിടെ നിലനിൽക്കാൻ പറ്റൂ. പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങിയല്ലോ. ഈ വർഷം എന്തൊക്കെ മാറ്റങ്ങളാണ് സ്കൂളിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്? സംബന്ധിച്ചിടത്തോളം 2026 എന്ന് പറയുന്നത് ഒരു പുതുയുഗം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വളരെ കാലമായി ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് ഒരു ന്യൂജൻ ചെറുപ്പക്കാരെ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷനും ബാക്കി അക്കാഡമിക് കാര്യങ്ങളും അതുപോലെ IT കാര്യങ്ങളും ഒക്കെ ഏൽപ്പിക്കണമെന്ന് വളരെ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. അതിപ്പോൾ ഏകദേശം സക്സസ് ആയി വരുന്നു എന്നാണ് എൻ്റെ ഒരു
വിശ്വാസം. കാരണം അതിന് പറ്റിയ ഒരു 3-4 ചെറുപ്പക്കാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു നല്ല ടീച്ചറെയും കിട്ടിയിട്ടുണ്ട്, പ്രജിത ടീച്ചർ. പിന്നെ പുതിയ പ്രിൻസിപ്പലുണ്ട്. അവരെല്ലാവരും അത് ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ പുരോഗമിച്ചു പോകുന്നുണ്ട്. അതൊരു പൂർണ്ണ വിജയത്തിലെത്തും എന്നാണ് എൻ്റെ വിശ്വാസം. പോഡ്കാസ്റ്റിന്റെ ഉദ്ഘാടനത്തിനായി ഇത്രയും സമയം ചെലവഴിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജയശ്രീ മാമിനും മോഹൻ സാറിനും ദർശൻ ടോക്സിന്റെ നന്ദി.